Assalamualaikum dear friends, welcome back to Shamys World. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പഴുത്ത് കറുത്തു പോയ കളയാൻ വേണ്ടി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം വെച്ചിട്ട് എണ്ണയൊന്നും ചേർക്കാതെ ആവിയിൽ വേവിച്ചെടുത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും കഴിച്ചിട്ടില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. പഴത്തിന്റെ ഒരു കുത്തലോ ഒന്നും ഈ പലഹാരത്തിന് വരത്തില്ല. അപ്പോൾ ഈ അടിപൊളി 4 മണി പലഹാരം എങ്ങനെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.25 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ പൊടിച്ചാണ് ശർക്കര എടുത്തിട്ടുള്ളത്. പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉരുക്കി കിട്ടും. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇത് ഉരുക്കി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. പൊടിക്കാതെ ചേർത്ത് കൊടുത്താൽ ഒരുപാട് സമയം ഇത് ഉരുക്കിയെടുക്കാൻ സമയമെടുക്കും. അപ്പോൾ ഇതൊന്ന് ഉരുക്കി വരട്ടെ. അപ്പോൾ ആ ശർക്കര എല്ലാം തിളച്ച് നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ശർക്കര തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ നിങ്ങളുടെ ശർക്കര കല്ല് മണ്ണെന്നുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കുറച്ച് കല്ല് മണ്ണൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അരിച്ചൊഴിക്കുകയാണ്. അപ്പോൾ നല്ല ശർക്കര ആണെന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് കളയാം. അപ്പോൾ ഈ ശർക്കര പാനി നല്ല തണുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ്. ഈ പഴുത്ത നേന്ത്രപ്പഴമാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ഈ പഴുത്ത നേന്ത്രപ്പഴം കളയാറാണ് പതിവ്. കഴിക്കാനൊന്നും അത്ര രസം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കറുത്ത പഴങ്ങൾ കളയാതെ ഇതുപോലെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും നല്ലതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ആവിൽ വേവിച്ചെടുത്ത എണ്ണ ഒട്ടും ചേർക്കാത്ത പലഹാരങ്ങൾ ഈ ഇടയ്ക്കായിട്ട് ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾ ഇതൊന്ന് കയറി കണ്ടു നോക്കാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിന് ആരോഗ്യത്തിന് നല്ലതാണ്. അതുമാത്രമല്ല നമുക്ക് പ്രതിരോധ ശക്തിയും കൂടുതലാണ്. ഈ പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ കളയാനൊക്കെ ഇരിക്കുന്ന പഴമാണല്ലോ, നല്ല കറുത്തിട്ട പഴം. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ പഴമാണെന്നുണ്ടെങ്കിൽ 2 പഴം എടുക്കാം. എൻ്റെ സാധാരണ ഒരു വലുപ്പമുള്ള പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത കറുത്തു പോയ പഴം എടുക്കുക. അങ്ങനെ എടുത്തില്ല എങ്കിൽ മാവിന് ഒരു പുളിപ്പ് രസം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല പഴുത്ത പഴം എടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ആ പഴമെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് അരിഞ്ഞു വെച്ച പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച ശർക്കര പാനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒഴിച്ച് എടുത്തിട്ടുള്ളതാണ്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പഴം നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത്രയും ലൂസിലാണ് ഇരിക്കുന്നത്. ഒട്ടും തരിയൊന്നും ഇല്ലാതെ വേണം നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടിച്ചു വെച്ച പഴം ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. ഏത് ഗോതമ്പ് മാവ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ ഈ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ സ്നാക്സിന് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തത്. ഇനി കട്ടയൊന്നുമില്ലാതെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം മാവ്. ഒരുപാട് കട്ടിയാവാൻ പാടില്ല. കുഴഞ്ഞ പാകത്തിന് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ ഏലക്കയിലൊക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇനി നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ നെയ്യിൽ തന്നെ കുറച്ച് കിസ്മിസും കപ്പലണ്ടിയും ഒന്ന് മൂപ്പിച്ചിട്ടാൽ ഇതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഒരു 4 മണി പലഹാരം എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നില്ല. ഇനി മാവ് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാവെല്ലാം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മാവ് ഇവിടെ റെഡിയായി. ഇനി ഞാൻ ഇത് വാഴയിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാഴയിലയിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് വാഴയില ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു വാഴയില എടുത്തതിന് ശേഷം ഒന്ന് വെള്ളം തേച്ച് കൊടുക്കാം.
അപ്പോൾ നിങ്ങൾ മാവ് വെച്ചെടുക്കുന്നതിന് മുമ്പ് ഒന്ന് വെള്ളം തേച്ച് കൊടുക്കുക. അപ്പോൾ ആ വാഴയില ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. ഈ വശവും നമുക്കിങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ തള്ളവിരൽ വെച്ച് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 സ്പൂൺ മാവ് നിറച്ച് കൊടുക്കാം നമുക്ക്. ഇതിനി മുകളിലോട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി ഈ 2 സൈഡുണ്ടല്ലോ, ഇത് നമുക്കിങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് തിരിച്ചു വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാവ് എല്ലാ ഭാഗത്തും എത്തും. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ മാവെല്ലാം ഇരയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയേറ്റി എടുക്കാം. ഇത് എങ്ങനെ ആവിയേറ്റി എടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. വെന്തതിന് ശേഷം ഞാൻ നല്ലോണം തണുത്തതിന് ശേഷമാണ് ഞാൻ തുറക്കാൻ പോകുന്നത്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ തന്നെ വാഴയിലൊക്കെ നല്ല മണം വരുന്നുണ്ട്. അതുമാത്രമല്ല നല്ല ടേസ്റ്റാണ്. നമുക്കിനി തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നേന്ത്രപ്പഴത്തിൻ്റെ ഒന്നും കുത്തലൊന്നുമില്ല. നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. കണ്ടല്ലോ, പഴത്തിൻ്റെ ഒന്നും കുത്തലൊന്നുമില്ല. കണ്ടല്ലോ, അപ്പോൾ നല്ല സോഫ്റ്റാണ്. ഞാൻ ഇനി ഒന്ന് മുറിച്ച് കാണിച്ചു തരാം അത് എത്രമാത്രം സോഫ്റ്റാണെന്നുള്ളത്. അപ്പോൾ കണ്ടല്ലോ, അതുമാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇതുപോലെയുള്ള എണ്ണ ഒട്ടും ചേർക്കാത്ത ആവിയിൽ വേവിച്ച ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കാം. അതൊന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഹെൽത്തിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പീസിന് വേണ്ടി ഷമീസ് കർവൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്